Hello guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ സ്കിൻ കെയർ കേട്ടോ. എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീനാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടിലുള്ള സാധനം തന്നെ യൂസ് ചെയ്തിട്ട്, വീട്ടിലുള്ള സാധനം എന്ന് വെച്ചാൽ കുറച്ച് വീട്ടിലുള്ള സാധനം, കുറച്ച് ഞാൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനം കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ ഫേസിലിടും. അപ്പോൾ ഇപ്പോൾ കുറേ ആയി, പക്ഷേ ഇടാണ്ട് കുറേ ആയെന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ചയിലായി. അപ്പോൾ അങ്ങനെ ഇട്ടില്ല, സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടില്ല. അപ്പോൾ ഇപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്നല്ല, നമ്മളെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ആ ഒരു സാധനം ഇരുന്ന് ചായപ്പൊടി കേട്ടോ. അപ്പോൾ ഇച്ചിരി ചായപ്പൊടി ഇടുന്നു, ഇത് പഞ്ചസാരയും കൂടിയിട്ട്. ഇത് ബീട്രൂട്ട് ജ്യൂസ് കേട്ടോ. ഞാൻ ഒരു 3 സ്പൂൺ ഒഴിക്കാം. ഓക്കെ, മിക്സ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞാൽ പഞ്ചസാരയെല്ലാം മെൽട്ടായി പോകും. എന്നിട്ട് ഇച്ചിരി ഒന്ന് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് അപ്പാട് നമുക്ക് ഫേസിലിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസെല്ലാം നല്ലോണം ഫേസ് വാഷ് ഇട്ട് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊരു സ്കിൻ കെയർ യൂസ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ഫേസ് നമ്മൾ ക്ലീൻ ചെയ്യുക. എന്തെങ്കിലും ഫേസ് വാഷോ ക്ലെൻസറോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം തേച്ച് കൊടുക്കുക കേട്ടോ. ഇടുമ്പോൾ തന്നെ നല്ലോണം എവിടെ നല്ലൊരു സ്ക്രബ് ഐറ്റം പോലെയാണ്. അപ്പോൾ നമുക്ക് D10 എല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം ഇത് റിമൂവ് ചെയ്ത് തരുവേ. നല്ല സാധനം തന്നെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് തന്നെ യൂസ് ചെയ്യില്ല. ഞാൻ ചെയ്യുന്ന ആഴ്ച ഏതാ ഇല്ല അത് ഞാൻ പാല്, തൈര്, പിന്നെ പൊട്ടാറ്റോ ജ്യൂസ് അങ്ങനത്തെ ഏതുണ്ടോ അത് വെച്ചിട്ട് ഞാനത് യൂസ് ചെയ്യും. ഇത് സ്ക്രബിങ്ങനെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചുണ്ടിനും കൂടി ഇടുമ്പോൾ നല്ലതാണ്. ചുണ്ടിൻ്റെ ബ്ലാക്ക് എല്ലാം നമുക്ക് റിമൂവ് ആയി കിട്ടും. ഇങ്ങനെ ചുണ്ട് ടാൻ ഉണ്ടെങ്കിൽ ടാൻ മാറും. അപ്പോൾ വാഷ് ചെയ്യാം. നിങ്ങൾക്ക് കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സ്കിൻ എന്തൊരു ക്ലീനായിരുന്നു. നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട് കണ്ടോ, എന്ത് ക്ലീൻ ആയിട്ടുണ്ട് സ്കിന്ന്. അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ തോല് എടുക്കുമ്പോൾ ഞാനത് ഡ്രൈ ആയി പൗഡറാക്കി വെച്ച സാധനം കേട്ടോ. അപ്പം അത് ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഫേസിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 1.5 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ബീട്രൂട്ടിൻ്റെ ജ്യൂസ് തന്നെ ഇതിന് ഞാൻ ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ആവേണ്ട അത്രയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രമുണ്ട്, ഞാനൊരു സ്പൂണ് പാലും കൂടി ഒഴിച്ചേട്ടോ. ഞാൻ ഈ പാക്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കയ്യിലെടുത്താലേ എനിക്ക് ഒരു കംഫർട്ട്. ഈ ഒരു പാക്ക് നമുക്ക് ഞാൻ നെറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നേ. അപ്പം ഞാൻ ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സാധനം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇനി ഒരു 1/4 മണിക്കൂർ, കറക്റ്റ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ. ഫേസ് നല്ലോണം ഉണങ്ങി അത് പൊടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ തന്നെ അല്ലേ
ഒരു മൈൽഡ് മസാജ് ഇങ്ങനെ ചെയ്ത് വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്ത് കാണിച്ചത് എന്ത് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന്. നമുക്ക് പെട്ടെന്നല്ല നമുക്കൊരു ഫംഗ്ഷനിലെല്ലാം പോവുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ടുള്ളത് ഫേസ്. അപ്പോൾ നമുക്ക് അതും കഴിഞ്ഞ് ഐസ് ക്യൂബും വെച്ചിട്ട് ഐസ് ക്യൂബ് മസാജ് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നമുക്കൊരു ഫേസ് ഫ്രഷ് ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു നമ്മൾ ഗോൾഡൻ ഫേഷ്യൽ ചെയ്തൊരു ലുക്കെല്ലാം ഉണ്ടാവും നമ്മളെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അതും കഴിഞ്ഞ് നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് ആ നല്ലൊരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് ഇടണേ. മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ എപ്പോൾ യൂസ് ചെയ്യണോ അത് നമ്മളെ സ്കിന്നിന് കൊടുക്കുന്ന നമ്മളൊരു ബൂസ്റ്റ് എനർജിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ സ്കിൻ കണ്ടില്ലേ നല്ലൊരു ബ്രൈറ്റ് ലുക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് പാർലറൊന്നും പോയിട്ട് അധിക പൈസ ഒന്നും ചിലവാക്കാണ്ട് നമ്മളെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു ഫേഷ്യൽ ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.